വിശ്വാസികളെ പറ്റിച്ച പിണറായി വിജയ മൂരാജി പ്രിയമുള്ള നാട്ടുകാരെ സുഹൃത്തുക്കളെ, ഈ സന്ധ്യാസമയത്ത് ഈ പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധയാതായി പഞ്ചപ്രതി പ്രകടനം നടത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുദ്രാവാക്യത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ മീറ്റിംഗിനെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ഏറ്റവും പരിപാടി ക്ഷണിച്ചുകൊടുത്തു. ഏറ്റവും ബഹുമാനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ശാന്തവതി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ ഡി ഗിരീശൻ, DCC ജനറൽ സെക്രട്ടറി ശ്രീ സാബു പുതുമുഖൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് തോമസ് ചെറിയാൻ, ജിനു കട്ടക, മറ്റ് മെമ്പർമാരും കോൺഗ്രസിന്റെ ഭാരവാഹികളും ബ്ലോക്ക് കോൺഗ്രസിന്റെ ഭാരവാഹികൾ അടക്കമുള്ളവർ നമ്മൾ ഇങ്ങനെയൊരു സ്വന്തമായി ഈ പുതുപ്പള്ളിക്കവലയിലേക്ക് എത്തിച്ചേർന്നതിന്റെ കാര്യം ഈ കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. ശബരിമലയ്ക്ക് പോലും രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കട്ടമെന്നുകൊണ്ട് മരിച്ചു മുറിച്ച് കട്ട് ഗീസ വീർപ്പിച്ചു നിൽക്കുന്ന പിണറായി വിജയനാണ് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടിന് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയോ ഒരു കാര്യവും ചെയ്യാതെ കൊള്ളയും കള്ളത്തരവും അല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. ഈ ശക്തിപോലെയുള്ള കള്ളയും കള്ളത്തരവുമായി ഇറങ്ങുകയാണെങ്കിൽ ഇനിയും ശക്തമായ സമരങ്ങളുമായി കോൺഗ്രസ് തെരുവീതികളിൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരെ ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ ബ്ലോക്ക് പ്രസിഡന്റ് കെ ഡി ഗിരീശൻ, DCC ജനറൽ സെക്രട്ടറി സാബു പുതുമുഖൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികള്, INTUസിയുടെ ഭാരവാഹികള്, പഞ്ചായത്ത് മെമ്പർമാര്, ബാങ്ക് ബോർഡ് മെമ്പർമാര്, വാർഡ് പ്രസിഡന്റുമാര്, ബൂത്ത് പ്രസിഡന്റുമാര്, പോഷക സംഘടനാ ഭാരവാഹികള്, മറ്റ് പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ സായം സന്ധ്യയിൽ കേരളത്തിലെ മുഴുവൻ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇതുപോലെ പ്രതിഷേധ ജ്വാല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സ്വാഗത പ്രസംഗത്തിലും മുദ്രാവാക്യത്തിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി കേരളം കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിയാണ് ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ശബരിമല 41 ദിവസം വ്രതമെടുത്ത് എല്ലാ അയ്യപ്പ ഭക്തന്മാരും അവിടെ ചെല്ലുന്ന സമയത്ത് ശബരിമല മലിനമാക്കാൻ നോക്കിയ ഒരു ഭരണകൂടമാണ് LDFന്റെ പിണറായി വിജയനുള്ള. അന്ന് സ്ത്രീകളെ അവിടെ കയറ്റാനും അതുപോലെ അവിടെ എന്തെല്ലാം മാലിന്യങ്ങൾ നടത്താമോ അവിടെ ആ മാലിന്യങ്ങളെല്ലാം നടത്താൻ നേതൃത്വം നൽകുന്ന ഭരണകൂടം. ഈ പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത് വന്നപ്പോൾ അയ്യപ്പ ഭക്തന്മാരെ കുട്ടിയുടെ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ ഒരു പരിപാടി അവിടെ നടത്തി. ആ അയ്യപ്പ സംഗമം ഏകദേശം 12 കോടി രൂപയോളം മുടക്കി നടത്തിയപ്പോൾ അയ്യപ്പന് പോലെ ഒരു പ്രതിഷേധമുണ്ടാകാനാണ് അത് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ അവിടുത്തെ സ്വപ്നത്തെ തലയിൽ മോഷണം പോയ കാര്യത്തിൽ പൊതുലോകം പറഞ്ഞത്. ഏകദേശം
ശേഷം വലിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന അവിടുത്തെ സ്വർണ്ണങ്ങൾ ഇന്നിപ്പോ അവിടെ സുബ്രഹ്മണ്യം പോറ്റി എന്ന് പറഞ്ഞ ഒരാളെ തലയിൽ കേസ് കെട്ടിവെച്ചുകൊണ്ട് ഇവിടുത്തെ പ്രമുഖന്മാരായ ദേവസ്വം ബോർഡ് മന്ത്രിയും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ അതിൽ ഊരുവാൻ നോക്കുകയാണ്. എന്ത് വന്നാലും ഈ പ്രശ്നത്തിൽ നിന്ന് കോൺഗ്രസ് UDF പിന്മാറുന്നില്ല. PN വാസവനും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് രാജിവെക്കുന്നതിന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി UDF കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നു. ഒരു കാലഘട്ടങ്ങളിൽ ശബരിമലക്കെതിരെയും അതുപോലെ അയ്യപ്പ ഭക്തന്മാർക്കെതിരെയും വേണ്ടാത്ത ഭോഗത്തിനെല്ലാം കാണിച്ച് സാധാരണ നമ്മൾ കേട്ടിരിക്കുന്ന ചമ്പൽ കൊള്ളയിൽ വീരപ്പനേക്കാളും വലിയൊരു കൊള്ളക്കാരനായി മാറിയിരിക്കുന്നു VN വാസവൻ. നമുക്കറിയുള്ള ഇളംകുളം ബാങ്ക് നശിപ്പിച്ചു, ഇന്ന് സഹകരണ മന്ത്രിയായിരിക്കാണ്. അതുപോലെ ഏത് മേഖലയിൽ ചെന്നാലും 10 രൂപ കിട്ടുന്ന എന്ത് മാർഗമുണ്ടോ ആ മാർഗങ്ങളെല്ലാം സ്വീകരിക്കുന്ന മന്ത്രിയാണ് VN വാസവൻ. VN വാസവൻ നേതൃത്വത്തിലാണ് ശബരിമല പോലെയുള്ള പുതിയ സ്ഥലത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശബരിമല വെള്ളമാക്കാൻ നോക്കിയ VN വാസവനും അതിന് നേതൃത്വം ദേവസ്വം ബോർഡ് PS പ്രശാന്തും ഇവര് രണ്ടുപേരും രാജിവെക്കുന്നത് വരെ കേരളം കടൽ വെച്ച് ഏറ്റവും വലിയ സമരങ്ങൾക്ക് നേതൃത്വം കോൺഗ്രസ് പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഈ സമരപരിപാടി ഈ പ്രതിഷേധ ജാലികൾ നടത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എല്ലാവർക്കും ഒറ്റവാക്കിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KB ഗണേശനെ ക്ഷണിച്ചോളൂ. സ്നേഹമുള്ള സഹപ്രവർത്തകരെ, ഈ കേരളത്തിലെ ഇത്രമാത്രം ഒരു അഴിമതി കഥ ഈ കേരള ചരിത്രത്തിൽ ഇന്നുവരെ ആരും കേട്ടിട്ടില്ല. അഴിമതി കഥകളൊക്കെ ഇടതുപക്ഷത്തിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ ഇതിനു മുന്നേ കട്ടതൊക്കെ ബാങ്ക് കൊള്ളകളായിരുന്നു. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ ലാവലിംഗ് കേസിൽ 100 കോടിയൊക്കെ കട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അത്രമാത്രം ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ പോലും ശബരിമല ഈശ്വര വിശ്വാസികളെ തട്ടിച്ചുകൊണ്ട് ശബരിമല അയ്യപ്പനെ പോലും അവിടെ ഇല്ലായ്മ ചെയ്യുന്ന സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു, അഴിമതി നടത്തുന്നു. ഭക്തന്മാരെ ഈ അവിശ്വാസികളായിട്ടുള്ളവർ ചെന്നിട്ട് വിശ്വാസികളെ സംരക്ഷിക്കാൻ ചെല്ലുന്നു. ഈശ്വര വിശ്വാസികളെ സംരക്ഷണത്തിന് ഈ നിരീശ്വരവാദികളായിട്ടുള്ളവർക്ക് എന്താണ് അവകാശം എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ എല്ലാം പണം സമാഹരിക്കുവാൻ വേണ്ടി ചെയ്ത പ്രവൃത്തി അമ്പയെ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ധാരവാരക ശില്പത്തിലേക്ക് ചെയ്യാൻ വെച്ച വിഗ്രഹത്തിന്റെ സ്വർണ്ണപ്പാളികളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കും? ഈ നാട്ടിലെ ഈ സംസ്ഥാനത്ത് നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങള് വിശ്വാസികൾ നൽകിയ പണമാണ് ശബരിമലയിലേക്ക് വന്നിരിക്കുന്നത്. ഒരു നിമിഷം കൊണ്ടാണ് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താൻ വന്ന ഈ വിഗ്രഹത്തിൽ വരെ ഈ തങ്കപ്പാളികള് ഈ ശില്പങ്ങള് അടിച്ചു മാറ്റിക്കൊണ്ടുപോയിരിക്കുന്നത്. കേരളത്തിലെ നമുക്കറിയാം ആരോഗ്യ മേഖല സ്തംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സമസ്ത മേഖലകളിലും പരാജയമായ ഇടതുപക്ഷം ആരോഗ്യ മേഖലയിലെ ആശുപത്രികളിൽ മരുന്നില്ല, ഡോക്ടർമാരില്ല. അവിടെ രോഗികൾ ചെന്നാൽ അവിടെ പ്രൈവറ്റ് ആശുപത്രികളെ അഭയം പ്രാപിക്കേണ്ട സാഹചര്യം വന്നു. എന്തിനേറെ പറയുന്നു, പിണറായി വിജയന് പോലും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വിശ്വാസമില്ല. അദ്ദേഹവും പോയത് വിദേശത്തേക്കാണ്. അങ്ങനെ ആരോഗ്യ മേഖലയെ വിശ്വാസമില്ലാത്ത വകുപ്പ് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും നാട് ഭരിക്കുന്നു. അപമാനിച്ച നടപടിയിൽ പ്രതിഷേധിക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ സമ്മേളനത്തിൽ എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. അടുത്തായിട്ട് സംസാരിക്കുന്നതിന് DC ജനറൽ സെക്രട്ടറി ശ്രീ സാവു പുതുപ്പള്ളി ക്ഷണിച്ചു. യോഗ ജനപ്രതിനിധികളെ, സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ 1574 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും ഇന്ന് സന്ധ്യാസമയത്ത് ഇതുപോലെയുള്ള പന്തം കൊളുത്തി പ്രതിഷേധ സമരവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ മുന്നോട്ട് വന്ന സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം 1998 ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിയായ ശ്രീ വിജയ് മല്യ 42.8 കിലോ സ്വർണമാണ് ശബരിമലയിൽ സ്വർണ്ണപ്പാളിയായിട്ട് പാകുവാൻ വേണ്ടി ഇവിടെ കൊടുത്തത്. നമുക്കറിയാം ഇത് 2019 മാർച്ച് മാസത്തിലാണ് വീണ്ടും ഇത് പുറത്തേക്ക് സ്വർണം പൂശാൻ വേണ്ടി കൊടുക്കുന്നത്. അതിനുശേഷം 4 മാസങ്ങൾ കഴിഞ്ഞ് ജൂലൈ മാസത്തിൽ ഇത് തിരിച്ചു കൊണ്ടുവരിക. 2019 മാർച്ച് മാസത്തിൽ പുറത്തേക്ക് കൊടുത്ത സ്വർണ്ണപ്പാടുകളാണ് എന്നുള്ള രേഖപ്പെടുത്തുന്നതിന് പകരം ദേവസ്വം ബോർഡിലെ റിക്കാർഡുകളിൽ
വളരെ ബോധപൂർവം ചെണ്ട എന്ന് രേഖപ്പെടുത്തുകയും ശബരിമലയിൽ ഒരു ജീവനക്കാരനല്ല, ദേവസ്വം ബോർഡിലെ മെമ്പറല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനങ്ങളിലും അലങ്കരിക്കാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി ആരുടെ നോമിനിയായിട്ടാണ് അവിടേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദിച്ചിട്ട്. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ എൻ വാസവൻ ഇന്ന് പത്രസമ്മേളനം നടത്തി ഒരു കാര്യം അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ദിവസങ്ങളായി ഉയർത്തിയ ഒരു കാര്യം അദ്ദേഹത്തിന് സംഭവിച്ചു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ നിന്നും സ്വർണ്ണപ്പാണികൾ ഏൽപ്പിച്ചത് അങ്ങേയറ്റം നിയമവിരുദ്ധമായ കാര്യമായി പോയി എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. ഒരു സമുദായ നേതാവ് ഈയിടെ പറഞ്ഞു, അയ്യപ്പ സംഗമം നടത്തിയതുകൊണ്ടാണ് ഈ സത്യങ്ങൾ വെളിയിൽ വന്നത്. അവിടെ ചൊറ്റി MP രാജേഷ് കേരള നിയമസഭയുടെ സ്പീക്കറായിരിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു സബ്മിഷനായി ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം ഉന്നയിക്കുകയും അന്ന് കോടതിയിലിരിക്കുന്ന വിഷയമായാൽ ഇത് സഭയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ള റൂളിംഗ് നടത്തിക്കൊണ്ട് അന്നത് പറയാനൊട്ടില്ല. അതിനുശേഷമാണ് ഷംസീർ കേരള നിയമസഭയുടെ സ്പീക്കറായി കടന്നു വന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് ഇപ്പൊ ഇന്ന് പറയുന്നു 1.5 പവൻ സ്വർണ്ണമാണ് കൊടുത്തുവിട്ടത്, തിരിച്ചു വന്നപ്പോൾ 349 ഗ്രാം കുറവാണ് എന്ന്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി ആരുടെ നോമിനിയാണ് എന്നുള്ള ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് കൊടുത്തുവിട്ടത്? പക്ഷെ ഇവിടെ ദേവസ്വം ബോർഡിലെ ഉന്നതരായ ആൾക്കാർ, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, ഒരു കാര്യമുണ്ട്, ശബരിമലയിലെ ഏതൊരു കാര്യങ്ങളും പുറത്തേക്ക് പോകുമ്പോഴും അത് വീണ്ടും തിരിച്ചു കൊടുക്കുമ്പോഴും ദേവസ്വം കമ്മീഷനെ ബോധ്യപ്പെടുത്തണമെന്നുള്ള അലിഖിതമായ നിയമം നിലനിൽക്കെ ദേവസ്വം കമ്മീഷൻ സാന്നിധ്യമില്ലാത്ത അറിവോ സാന്നിധ്യമോ ഒന്നുമില്ലാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ വെളിയിലേക്ക് കൊടുത്തുവിട്ടത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ദേവസ്വം ബോർഡിലെ അന്നത്തെ പ്രസിഡന്റും അന്നത്തെ ദേവസ്വം ബോർഡിലെ ജീവനക്കാരും അടക്കം ഒരു വലിയ മാഫിയ അവിടെ ഉണ്ടായിരുന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ വരുന്ന 16-ാം തീയതി അതിഭയങ്കരമായ ഒരു സമരപരിപാടി 10,000-കണക്കിന് വിശ്വാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് പത്തനംതിട്ടയിൽ പരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. നമുക്ക് ഈയിടെ നടത്തിയ അയ്യപ്പ സംഗമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യപ്പ വിശ്വാസികളെ പറഞ്ഞ സംഗമം നടത്തുമ്പോൾ അത് നടന്നത് പമ്പയിൽ. പക്ഷേ ഇവിടെ വന്ന VIP താമസിച്ച് എവിടെയാണ്? കൊമരോട്ടെ റിസോർട്ടുകളിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും. അതിന് KTDCയുടെ അവിടെ 1,20,000 രൂപയും അതുപോലെ ഗോകുലത്തിന്റെ റിസോർട്ടിൽ 80,000 രൂപയും അഡ്വാൻസ് ആയി കൊടുത്തു. മാത്രമല്ല അവിടെ പരിപാടി 9 കോടി രൂപയുടെ പരിപാടിയായിരുന്നു അവിടുത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇവന്റ് അന്ന് ഹൈക്കോടതിയിൽ ഇവർ കൊടുത്ത അഫിഡവിറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ 10 പൈസ ഉപയോഗിക്കാതെ സ്പോൺസർമാരെ കണ്ടെത്തിയാണ് ഈ പരിപാടി നടത്തുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്നും 3 കോടി രൂപയാണ് ഇവന്റ് മാനേജ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഹൈക്കോടതിയിൽ പോലും പറഞ്ഞിരിക്കുന്നതിന്റെ ശുദ്ധമായ നിയമലംഘനമാണ് ശബരിമലയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ്. അത് നമ്മുടെ മീറ്റിംഗിന് കൃത്യത പറയുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡല സെക്രട്ടറി അജിത്തിനെ ക്ഷണിച്ചു കൊടുക്കും. പ്രസംഗത്തിലേക്കൊന്നും നടക്കുന്നില്ല. എല്ലാവരും വളരെ വിശദമായി എനിക്ക് മുൻപ് ഈ രാഷ്ട്രീയ പ്രശ്നത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 2 ചോദ്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കഴിഞ്ഞ 20 വർഷക്കാലമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വർണം പൂശിയ ദ്വാരപാലക ശില്പവും വാതിലും മേൽക്കൂലിയും നാം കണ്ടുകൊണ്ടിരുന്നത് തെറ്റാണെങ്കിൽ, നുണയാണെങ്കിൽ 2019 എഴുതി കൊടുത്തത് ചെണ്ടുപാളികളാണെങ്കിൽ നാം കണ്ടുകൊണ്ടിരുന്ന സ്വർണ്ണപാളികൾ എവിടെയായിരുന്നു? ഈ കൊടുത്ത ചെണ്ടുപാളികൾ തന്നെ 39 ദിവസത്തിന് ശേഷം മാത്രമാണ് ചെന്നൈ ആസ്ഥാനമായുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയിരിക്കുന്നത്. ഈ 39 ദിവസം എന്തിനാണ് വൈകിയത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചിരുന്നു. 3-ാമത്തെ ചോദ്യം, ശബരിമലയ്ക്കും ദേവസ്വം ബോർഡിനും ഉത്തരവാദിത്വപരമായി ഈ വിഷയങ്ങൾ ഏൽപ്പിക്കുവാൻ, ഈ വിഗ്രഹം ഏൽപ്പിക്കുവാൻ, ഈ മിനുക്ക് പണികൾ നടത്തുവാൻ മാനുവൽ ഉണ്ടെന്നിരിക്കെ അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കേവലം ഒരു ഭക്തൻ മാത്രമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത് ഏൽപ്പിച്ചത് എന്ത് സ്ഥാപിത താല്പര്യത്തിന്റെ പുറത്താണ്? ഈ 3 ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ തന്നെ ദേവസ്വം ബോർഡിലും പിണറായി നയിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിലും
വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള എണ്ണമറ്റ അവതാരങ്ങൾക്കും ഈ കൊടും കൊള്ളയ്ക്ക് പിന്നിൽ എന്തുമാത്രം പങ്കുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇന്ന് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്ന ഈ പ്രതിഷേധ ജ്വാലയിൽ അണിനിരുന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത് ഇവിടെ ഈ സമര അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ സമുന്നതരായ എല്ലാ നേതാക്കൾക്കും ഇന്ത്യൻ നാഷണൽ യൂത്ത് കോൺഗ്രസിന്റെ പേരിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലും പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മുടെ സമര പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു.